മാഗി ഇരിപ്പുണ്ടെങ്കിൽ വളരെ കുറഞ്ഞ സമയം കൊണ്ട് ചെയ്യാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ളൊരു റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കാം. നമുക്കിതെങ്ങനെ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് ഞാൻ 2 ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയിട്ട് തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ട് നല്ല സോഫ്റ്റ് ആവുന്നവരെ പുഴുങ്ങണം. എന്നാലേ ഇതേപോലെ നന്നായിട്ട് നമുക്ക് ഉടച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ മാക്സിമം കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാൻ നോക്കുക. അപ്പോൾ നന്നായിട്ട് നമ്മളിത് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇത് തന്നെ വേണമെന്നില്ല കേട്ടോ, കൈ വെച്ച് നന്നായിട്ട് ഉടച്ചെടുത്താലും മതി. ഇനി നമുക്കിതിനകത്തോട്ട് എരിവിന് ആവശ്യത്തിനുള്ള ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ അത് നോക്കിയിട്ട് ചേർക്കുക. പിന്നെ ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് ഒറിഗാനോ ചേർത്തിട്ടുണ്ട്. ഒറിഗാനോ എന്താണെന്ന് കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. നമ്മൾ പിസയിലൊക്കെ ചേർക്കുന്ന ഒരു ഹെർബ്സ് ആണ് കേട്ടോ. അപ്പോൾ അത് നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ്. പിന്നെ ഞാൻ ഇതിനകത്തോട്ട് ഒരു പാക്കറ്റ് മാഗിയുടെ മസാല ചേർത്തിട്ടുണ്ട്. നമ്മൾ എടുക്കുന്ന ആ മാഗിയുടെ ആ ഒരു മസാല ചേർത്താൽ മതി. പിന്നെ ഒരു പകുതി നാരങ്ങയുടെ നീര് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതിൽ നമ്മൾ എക്സ്ട്രാ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇതൊക്കെ തന്നെ ഉണ്ടെങ്കിൽ നല്ല ഫ്ലേവർ ആയിരിക്കും മാഗിയുടെ മസാലയും അതുപോലെ തന്നെ ഒറിഗാനോ വരുന്ന സമയത്ത്. ഇപ്പോൾ ഒറിഗാനോ ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് ഇതിനകത്തോട്ട് മൈദയാണ് കേട്ടോ ചേർത്ത് കൊടുക്കാനുള്ളത്. അപ്പം ഞാനിവിടെ മൈദ ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് കുഴച്ച് നോക്കുക. അപ്പോൾ അത് മതിയാവില്ല എന്തായാലും. ഇടയ്ക്കിടയ്ക്ക് കയ്യിൽ കുറച്ചൊന്ന് ഓയിലാക്കി കൊടുത്തിട്ട് കുഴക്കുകയാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ഇത് അത്യാവശ്യം നല്ല ടൈറ്റ് ആവുന്നത് പോലെ നമ്മൾ കുഴച്ചെടുക്കണം. എന്നാലേ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഞാൻ വീണ്ടും ഒരു 2 ടേബിൾ സ്പൂണും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 1/2 കപ്പിൻ്റെ അടുത്ത് ഞാൻ മൈദ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് നമ്മൾ കുഴച്ചത് ഈ ഒരു പരുവത്തിൽ, ചപ്പാത്തിയുടെ പരുവത്തിൽ മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു ബൗളിൽ അതേപോലെ തന്നെ ഒരു 3 ടേബിൾ സ്പൂൺ മൈദ എടുക്കാം. എന്നിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതിനൊന്ന് കലക്കിയെടുക്കാം. ഒട്ടും തന്നെ കട്ടയില്ലാതെ കുറച്ചൊന്ന് ലൂസായിട്ട്, ഒരുപാട് തിക്കായിട്ട് വേണ്ട, ഇത്തിരി ഒന്ന് ലൂസായിട്ടാണ് നമ്മൾ കലക്കിയെടുക്കുന്നത്. ഇപ്പോൾ ഫുള്ള് നമ്മളിത് കലക്കിയെടുത്തിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും അതേപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ ഈ ഒരു മിക്സും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു മാഗിയാണ്. ഒരു മാഗിയുടെ ക്യൂബ് എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. നമ്മുടെ മിക്സറിൻ്റെയൊക്കെ പരുവത്തിൽ നമ്മളിത് പൊടിച്ചെടുത്തിട്ടുണ്ട്. മാഗിയുടെ കവറിനകത്ത് തന്നെ മാഗി ഇട്ടിട്ട് ഒന്ന് ഉടച്ചെടുത്താൽ മതി. എന്തെങ്കിലും ഇടിക്കുന്ന കല്ലുണ്ടല്ലോ, അത് വെച്ചിട്ട് നന്നായിട്ട് ഇടിച്ചെടുത്താൽ ഈ ഒരു പരുവത്തിൽ കിട്ടും. അപ്പോൾ ഇതും അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതുപോലെ കൗണ്ടർ ടോപ്പിലോ എവിടെയെങ്കിലും കുറച്ചൊന്ന് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടില്ല ആ ഒരു മാവുണ്ടല്ലോ, അത് ഇതിൻ്റെ മേലയിലൊന്ന് ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുക. ഇത് പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ മാഗിയൊക്കെ വെച്ചിട്ടുള്ള ഒരു കട്ട്ലറ്റൊക്കെ പോലെയുള്ളൊരു സംഭവമാണ് ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ ഫ്ലേവർ അടിപൊളിയായിരിക്കും, കാരണം ആ മാഗിയുടെ മസാലയൊക്കെ വരുന്നതുകൊണ്ട് തന്നെ. ഇത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതിനൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കത്തിയിൽ കുറച്ചൊന്ന് എണ്ണയാക്കിയിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും. കാരണം ഇതെന്തായാലും ചെറുതായിട്ട് ഒട്ടുന്ന പരുവത്തിലാണ് ഉണ്ടാവുക, ഉരുളക്കിഴങ്ങ് ആയതുകൊണ്ട് തന്നെ. അപ്പോൾ ഞാനിത് ഈ ഒരു ഷേപ്പിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതിൻ്റെ സൈഡൊക്കെ നമുക്കൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിത് ഇപ്പം തന്നെ ചെയ്യുന്നതിനേക്കാളും നല്ലത് ഇതൊരു അരമണിക്കൂറെങ്കിലും ഫ്രീസറിലൊന്ന് വെക്കുക. ഫ്രിഡ്ജിലല്ല, ഫ്രീസറിലാണ്. അതിനുശേഷം നമുക്കിതിൻ്റെ ബാക്കി പരിപാടി ചെയ്യാം. അപ്പോൾ ഫ്രീസറിൽ ഞാൻ അരമണിക്കൂർ വെച്ചതിന് ശേഷം അതിൽ നിന്ന് ഓരോന്നോരോന്ന് എടുത്തിട്ട് ഞാൻ ഈ മാവിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. നന്നായിട്ട് മാവൊന്ന് കവർ ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് മാഗിയുടെ ആ ഒരു പൊടിയിലേക്ക് ഇട്ട് കൊടുക്കുക. അതിൽ ഫുള്ളായിട്ട് നമുക്ക് നന്നായിട്ട് മാഗി ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതേപോലെ തന്നെ എല്ലാം ചെയ്തെടുക്കുക. ശ്രദ്ധിച്ച് ചെയ്യുക. കുറച്ച് സോഫ്റ്റ് ആയിട്ട് ഇത് ഉണ്ടാവുക, അതിനനുസരിച്ച് നോക്കിയിട്ട് ചെയ്യുക. പിന്നെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രൈ ചെയ്യാനായിട്ട് ഞാനൊരു 10 മിനിറ്റ് അത് വെച്ചതിന് ശേഷം, എല്ലാം ഒന്ന് കോട്ട് ചെയ്തതിന് ശേഷം 10 മിനിറ്റ് മാറ്റി വെച്ചിട്ടാണ് ഫ്രൈ ചെയ്യുന്നത്. അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. കാരണം മാവിൽ നമ്മൾ മുക്കിയെടുക്കുമ്പോൾ ഇത് കുറച്ചുകൂടെ ഹാർഡായിട്ട് കിട്ടും. അപ്പോൾ ഈ സമയത്ത് നമ്മളൊരു 10 മിനിറ്റ് കഴിയുമ്പോൾ ഫ്രൈ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഈസി ആയിരിക്കും. പൊട്ടിപ്പോയൊന്നുമില്ല അങ്ങനെ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ നമുക്ക് തിരിച്ചും മറിച്ചു വിട്ടിട്ട് ഇതൊന്ന് ഫ്ലെയിം കുറച്ച് വെച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കാരണം ഉള്ളൊക്കെ വെന്ത് കിട്ടാനുള്ളതാണ്. അപ്പോൾ കുറച്ച് ടൈം എടുത്ത് വേവിച്ചെടുക്കുക. പിന്നെ നമ്മൾ ഫ്ലെയിം കൂട്ടി വെച്ച് ചെയ്യുമ്പോൾ മാഗി പെട്ടെന്ന് അങ്ങ് ഡാർക്ക് കളറിലോട്ട് മാറും, ഉള്ളു വേവേയില്ല. അപ്പോൾ തിരിച്ചും മറിച്ചു വിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒട്ടും തന്നെ എണ്ണ കുടിക്കില്ല. കാരണം നമ്മൾ ബ്രെഡിനൊക്കെ പകരമായിട്ട് മാഗിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഒട്ടും തന്നെ ഉള്ളിലേക്കൊന്നും എണ്ണയൊന്നും കയറില്ല. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ ഇന്ന് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ചൂടോടെ തന്നെ നമുക്കിത് ചായയുടെ കൂടെ സെർവ് ചെയ്യാം. അപ്പോൾ ഇത് കട്ട് ചെയ്യുന്നതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. ഉണ്ടാക്കി അപ്പം തന്നെ ഇവിടെ കുട്ടികളൊക്കെ തിന്ന് തീർത്തിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. കുട്ടീസിൻ്റെ ഫേവറേറ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്